നമുക്കൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥലത്തേക്ക് തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയാരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോട് നമ്മൾ ഇന്ന് പകൽ തുറന്നുള്ള നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ തിരുവചനത്തിന് പാടിയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനും ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് നമുക്ക് അനുഭവിക്കാനിടയാകേണ്ടതിനും നമ്മെ തന്നെ കർത്തൃകരം കൽപ്പിച്ച പ്രാർത്ഥനയോട് വചനത്തിലൊക്കെ പ്രവേശിക്കാം. നമ്മൾ തുടർച്ചയായി 78-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ ചിന്തിച്ച് വരികയായിരുന്നല്ലോ. പ്രാരംഭ ദിവസം തന്നെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില സംഭവങ്ങൾ, പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിപദേശത്തിന് എഴുതി തന്നിരിക്കുന്ന ഒരു ഭാഗമാണ് 78-ാം സങ്കീർത്തനം. പ്രാരംഭത്തിൽ നമ്മൾ ചിന്തിച്ചു, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ദൈവം നമ്മളെ ഒരുക്കിയത് യുദ്ധം ചെയ്യാനാണ്, പിന്തിരിയാനല്ല. പിന്മാറിപ്പോകുന്നവരിൽ ദൈവത്തിന് പ്രസാദമില്ല. മുന്നേറി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കൃപ ദൈവം നമ്മുടെ മേൽ ചൊരിയേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എഫ്രൈമ്യർക്ക് പറ്റിയ പരാജയം വിശദമായി നമ്മൾ കണ്ടു, വീണ്ടും ആ ഭാഗം ആവർത്തിക്കുന്നില്ല. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ കഴിവിൽ സംശയിച്ച ഒരു കൂട്ടം. ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല, എന്നാൽ ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്ന സംശയം ദൈവത്തിൻ്റെ കോപം ചലിക്കുവാനിടയായി. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എത്ര വലുത് നമുക്കസാധ്യം, ലോകം മുഴുവൻ അസാധ്യമെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവത്തിന് സാധ്യമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം. ഏറ്റവും കുറഞ്ഞത് നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നടക്കത്തില്ലെന്ന് പറയാതിരിക്കാനെങ്കിലും കഴിയണം. ദൈവത്തെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുന്നത് ദൈവത്തിന് കോപമാണ്. ആ കോപത്തിന് പത്രീഭൂതരാകാതിരിക്കാൻ നമ്മൾ സഹായിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം തന്നതിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം. എനിക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് എൻ്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. റൈറ്റ് ടൈമിൽ എനിക്ക് തരും ദൈവം. അത് ദൈവം സ്നേഹമുള്ള ദൈവമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ അത്യാഗ്രഹം നിമിത്തം, ദുരാഗ്രഹം നിമിത്തം നമ്മൾ ദൈവത്തോട് പലതും ചോദിച്ചു വാങ്ങും. ചോദിച്ചാൽ ദൈവം തരാതിരിക്കത്തില്ല, പക്ഷെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമാകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനായി ജീവിപ്പാൻ, ഉള്ളതിൽ തൃപ്തിയോട് ജീവിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. നമ്മൾ ഒരുമിച്ച് ഇന്ന് പകൽ ആ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ആ സങ്കീർത്തനത്തിൻ്റെ 30-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം. ഇനിയും 18-ാം വാക്യം കൂടെ വായിച്ചോളൂ. ഇംഗ്ലീഷിലൂടെ വായിച്ചോളൂ, 2 വാക്യങ്ങളും. They were not deprived of their craving, but while their food was still in their mouth. 18, verse 18. And they tested God in their heart, but by asking for food for their fancy. അവിടെ 2 ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത്, ആദ്യത്തെ ഭാഗം 18-ാമത്തെ വാക്യം വായിച്ചിട്ട് ഞാൻ അതിലോട്ട് കയറാം. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചു. കൊതി, അതായത് ആഗ്രഹം. ഇംഗ്ലീഷിൽ അതിന് കൊടുത്തേക്കുന്ന വാക്ക് ദുരാഗ്രഹം, അത്യാഗ്രഹം എന്നൊക്കെയാണ്. അത്യാഗ്രഹം ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുന്നു. 30-ാമത്തെ വാക്യത്തിൽ അവരുടെ കൊതിക്ക്, അങ്ങനെയെങ്കിൽ ഈ 2 വാക്യം കൂടെ ചേർത്ത് നമ്മൾ ചെന്ന് പറയാൻ പോവുകയാണ്. കൊതി ദൈവത്തോട് ചോദിച്ചു, ആ കൊതിച്ചത് ദൈവം കൊടുത്തു, പക്ഷെങ്കിൽ എന്തു വന്നില്ല? തൃപ്തി വന്നില്ല. വളരെ ഗൗരവത്തോടെ ഓർക്കണം, ഒത്തിരി ആഗ്രഹങ്ങൾ നമുക്കുള്ളവരാ. ആഗ്രഹം നല്ലതാ, ദുരാഗ്രഹം പാടില്ല, അത്യാഗ്രഹം പാടില്ല. മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. ആഗ്രഹം ദൈവത്തോട് പറയാം. ആവശ്യം പറയാനാണ് വേദപുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കേണ്ട, നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നീട് കടന്നു വരുമ്പോൾ ആ ഭാഗം ചിന്തിക്കാം. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആവശ്യം, എന്താവശ്യവും സ്തോത്രത്തോടെ ദൈവത്തോട് പറയാം. ആഗ്രഹവും പറയാം, തെറ്റൊന്നുമില്ല. പക്ഷെങ്കിൽ എനിക്കത് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പിടിവാശി നടത്തരുത്. അതിന് ദുരാഗ്രഹമെന്ന പേരാകും. ദൈവത്തിന് ദുരാഗ്രഹം ഇഷ്ടമല്ല. കൊതിച്ചത് കൊടുത്തു. 106-ാം സങ്കീർത്തനം കൊണ്ട് നിർത്തേ.
അവിടെയും ഇതിൻ്റെ സമാനമായ ഒരു ചിന്ത നമുക്ക് വായിക്കാം. 106 സങ്കീർത്തനത്തിൻ്റെ 14-15 വാക്യങ്ങളോട് വായിച്ചോളൂ. ആ ആ അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. മതി, അവിടെ ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ദൈവത്തോട് ദുരാഗ്രഹത്തോട് കൊതിക്ക് പലത് ചോദിച്ചു. 106 സങ്കീർത്തനം 15 വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് എന്ന് പറഞ്ഞാൽ ദുരാഗ്രഹികൾ ദുരാഗ്രഹത്തോട് കൊതിച്ചത് ദൈവം കൊടുത്തു. പക്ഷെ തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിക്കുന്നത് എന്തുവാ? അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. ഓർക്കണം, എനിക്ക് ആവശ്യമുള്ളത് തരാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്, ദൈവത്തിൻ്റെ മനസ്സുമുണ്ട്. എന്നാൽ എനിക്ക് ഇന്ന് ആവശ്യമില്ലാത്തത് തന്നേ തീരൂ എന്ന് പിടിവാശി നടത്തിയാൽ ചിലപ്പം തന്നെന്നിരിക്കും. പക്ഷെങ്കിൽ കൂട്ടത്തിൽ എന്തോടെ വരും? ക്ഷയം കൂടെ എന്ന് പറഞ്ഞാൽ പ്രശ്നം കൂടെ ദൈവം തരും. നമുക്കറിയാമല്ലോ, മനുഷ്യൻ്റെ ആഗ്രഹത്തിന് എന്നാ അവസാനം ഉണ്ടാകുന്നത്? എന്നെങ്കിലും അവസാനമുണ്ടോ? ഏതെങ്കിലും ആഗ്രഹത്തിന് അവസാനമുണ്ടോ? എക്കണോമിക്സിൽ ഒരു ടേം ഇങ്ങനെയുണ്ട്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല. ഇന്ന് നമുക്ക് ചില ആഗ്രഹങ്ങൾ കാണും, അത് സാധിച്ചു കിട്ടുമ്പോൾ അടുത്ത ആഗ്രഹം, അത് സാധിക്കുമ്പോൾ അതിൻ്റെ അടുത്തത്. ഒന്നുമില്ലായ്മയിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ദൈവം വല്ലതും തന്നു തുടങ്ങുമ്പോൾ, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഉദാഹരണം പറയാം, നടന്നു പോകുന്നവൻ്റെ ആഗ്രഹം കർത്താവ് ഒരു സൈക്കിൾ കിട്ടിയാൽ നല്ലതായിരുന്നു. അത് ആഗ്രഹമാണ്, ദൈവം കൊടുത്തു. കുടം കൊണ്ട് തീർന്നോ? സൈക്കിളിൽ പോകുമ്പോൾ ചെയ്തതെന്തോ? ഒരു സ്കൂട്ടർ കിട്ടിയാൽ നല്ലതായിരുന്നു. ചവിട്ടി കഷ്ടപ്പെടുന്നു, എന്നാൽ മോട്ടർ എൻജിൻ ഉള്ളതാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ടിരുന്ന് പോകാമല്ലോ. മഴയും വെയിലും കൊണ്ടപ്പോൾ ആഗ്രഹം മാറി, കർത്താവേ ഈ സ്കൂട്ടർ മാറി, ഒരു കാറ് കിട്ടിയാൽ നല്ലതായിരുന്നു. ഇങ്ങനെ ഓരോന്നോരോ നമ്മൾ ചിന്തിച്ച് നോക്കണം. ഒരു ചെറിയ വീട്ടിൽ താമസിക്കുമ്പോൾ കർത്താവേ നനയാത്ത ഒരു നല്ല വീടെങ്കിലും തന്നാൽ മതി. അത് കിട്ടിക്കഴിയുമ്പോഴും ഇത് പോരാ, എനിക്കിതിലും ബെറ്റർ വേണം. മനുഷ്യൻ്റെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഞാൻ വീണ്ടും ആ വാക്കുകൾ പറഞ്ഞു, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. പരിധിയില്ല. മനുഷ്യൻ്റെ ആഗ്രഹം പരിധിയില്ലാത്തതാണ്. ഏതൊരു വ്യക്തിയെ നമ്മൾ നോക്കിയോ, ഇനി വേണ്ട നമ്മളെ തന്നെ നമ്മൾ നോക്കുക. നമ്മളെ നോക്കാൻ നമുക്ക് വലിയ പാടാണ്. അതുകൊണ്ട് വേറൊരാളെ ഒന്ന് നോക്കിയോ, എന്നിട്ട് പറയത്തില്ല എന്തോ ആ ദുരാഗ്രഹം അവർക്ക്. നമുക്കും ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ കാണാൻ പലപ്പോഴും കഴിയത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ ആഗ്രഹത്തിന് പരിധിയില്ല. ഈ പരിധിയില്ലാത്ത ആഗ്രഹം സാധിപ്പിച്ച് കിട്ടാൻ പലപ്പോഴും നമ്മൾ സമീപിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തോട് പറയും, കർത്താവേ എൻ്റെ ഇന്ന ആഗ്രഹം സാധിപ്പിച്ചു, ഇന്നാർക്കും നീ അത് കൊടുത്തു, ഇന്നാരുടെ മക്കൾക്ക് ഇന്ന നന്മ കൊടുത്തു, എനിക്കും കിട്ടണം. കർത്താവ് തരും, തരേണ്ട സമയത്ത് തരും. പിടിച്ചു വാങ്ങാൻ പോകല്ലേ. ഞാൻ ആ ചിന്തയിലേക്ക് വേഗത്തിൽ ദൈവങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കൊതിക്ക് ഭക്ഷണം ചോദിച്ചു, കൊതിക്ക് ദൈവം കൊടുത്തു, കൊതിക്ക് തൃപ്തി വന്നില്ല. 106 സങ്കീർത്തനത്തിലേക്ക് വന്നപ്പോൾ അപേക്ഷിച്ചത് കൊതിയ അല്ലെങ്കിൽ ദുരാഗ്രഹമാ, ദൈവം കൊടുത്തു. പക്ഷെങ്കിൽ കൂട്ടത്തിൽ പ്രാണന് ക്ഷയം കൂടെ അയച്ചു. നമുക്ക് വീണ്ടും 78 സങ്കീർത്തനത്തിലേക്ക് 1-2 ചിന്തകളോടെ ഞാൻ വേഗത്തിൽ ആ ഭാഗത്തു നിന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 23 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കുക. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരും ശ്രദ്ധയോടെ ആ ഭാഗം ശ്രദ്ധിക്കുക. ദൈവം കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിൽ തുറന്നു. അവർക്ക് തിന്നാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. അവിടെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ദൈവം അവർക്ക് മന്ന, ഇത് തൃപ്തിയാകും വണ്ണം ദൈവം അവർക്ക് കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്നത് ഫുഡ് ഓഫ് ഏഞ്ചൽസ്, ദൂതന്മാരുടെ ആഹാരം കൊടുത്തു. ആണെങ്കിൽ ഈ മന്ന ഭക്ഷിച്ച ദൂതന്മാരാ. ആ ദൂതന്മാർ ഭക്ഷിക്കുന്ന ആ മന്ന ഇവർക്ക് കൊടുത്തപ്പോൾ മരുഭൂമിയിൽ യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളിൽ ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല. കാരണം കൊടുത്തത് ശക്തന്മാരുടെ ആഹാരം. വായിച്ചോളൂ. അവൻ
മതി. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ചോദിച്ചതെല്ലാം ദൈവം കൊടുത്തു, പക്ഷെ എന്തില്ല? തൃപ്തി വന്നില്ല. എന്നാ തൃപ്തി വരുന്നത്? ഒരിക്കലും വരത്തില്ല. ഈ തൃപ്തി വരായ്മ കൊണ്ടുണ്ടായ ഫലം സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ഇതിന്റെ വിശദീകരണം എഴുതിയിട്ടുണ്ട്. മോശയോട് ദൈവം ജനം പിറുപിറുക്കുന്ന ഒരു ഭാഗം 11-ാം അധ്യായത്തിന് 1-ാം വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോളൂ. സംഖ്യാപുസ്തകം, ബുക്ക് ഓഫ് നമ്പേഴ്സ്, ചാപ്റ്റർ 11 വേഴ്സ് 1. ആ ഇനി 4 വയസ്സോ. പിന്നെ അവരുടെ മതി. ആ ഭാഗത്ത് ഇവർ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. 78-ാം സങ്കീർത്തനം നമ്മൾ വായിച്ച ഭാഗത്തിന് ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആർ തരും? ശക്തന്മാരുടെ ആഹാരമായ മന്ന ദൈവം അവർക്ക് കൊടുക്കുന്നു. ഇതിവർ ഭക്ഷിക്കുന്നു. തീക്കൽ പാറയിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നു. ആരോഗ്യത്തോട് സമാധാനത്തോട് മേഘസ്തംഭത്തിന്റെ തണലിൽ അഗ്നിസ്തംഭത്തിന്റെ വെളിച്ചത്തിൽ ഇവർ യാത്ര ചെയ്യുന്നു. ദൈവം അനുവദിക്കുന്നിടത്ത് കൂടാരമടിക്കുന്നു. എല്ലാം ഭംഗി, ഒന്നിനും അവിടെ കുറവില്ല. ഇവരെ അനുഗമിച്ച ആത്മീയ പറ എവിടോട്ട് പോകുമോ അവിടേക്ക് കണക്ഷൻ ഓട്ടോമാറ്റിക്കലി ഇവരുടെ പുറകെ വാട്ടർ കണക്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ ചെന്ന് അപ്ലൈ ചെയ്യാൻ പോകണ്ട, ഓഫീസിൽ കയറി ഇറങ്ങണ്ട. ഇവർ എവിടെ കൂടാരമടിക്കുന്നോ അവിടെ വെള്ളം ദൈവം കൊടുക്കുന്നു. എല്ലാം ദൈവം ഒരുക്കി. പക്ഷെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ദുരാഗ്രഹികളായി ആ ഒരു വാക്യം. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരുമെന്ന് ചോദിച്ചു. ദൈവസന്നിധിയിൽ നിലവിളിക്കുക. ദൈവം പറഞ്ഞു, ഇപ്പം കുഞ്ഞെ നിനക്കത് ആവശ്യമില്ല, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നിട്ടുണ്ട്. നിന്നെ കനാനിൽ എത്തിക്കും വരെ മരുഭൂമിയിൽ ആവശ്യമുള്ളത് ഞാൻ റൈറ്റ് ടൈമിൽ തരാൻ വിശ്വസന. ഇവരുടെ നിലവിളി വർദ്ധിച്ചപ്പോൾ ദൈവം തീരുമാനിച്ചു, എന്നാൽ കൊടുത്തേക്കാം. മോശ ദൈവത്തോട് നിലവിളിച്ചു. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഇത് അവർക്ക് ആവശ്യമില്ല, പക്ഷെ ഇവരുടെ നിലവിളി കേട്ടുകൊണ്ട് ഞാനിത് തരാൻ പോവാ. എന്നിട്ട് അവിടെ പറയുന്ന ചില പദങ്ങളുണ്ട്, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കി മതി. 11-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവൻ ഞാൻ എന്താ തരാൻ പോവാ? ഇറച്ചി തരാൻ പോവാ. ദൈവം വാക്ക് പറഞ്ഞു, ദൈവം കൊടുത്തു. മോശ സംശയം പ്രകടിപ്പിച്ചു. മോശ പറഞ്ഞു, ദൈവമേ ഒന്ന് കണക്ക് കൂട്ടിക്കേ, അബദ്ധം വല്ലതും പറ്റിയോ? എൻ്റെ കൂടെയുള്ള ജനം 6 ലക്ഷത്തി ചില്ലുവാനും കുടുംബങ്ങളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ദാസിദാസന്മാരുണ്ട്. ഇതെല്ലാം കൂടെ കർത്താവെ ചാടിക്കേറി പറയല്ലേ, ഒറ്റ മാസം കൊടുക്കുന്ന വല്ലതും നടക്കുന്ന കാര്യമാണോ? ദൈവം മോശയോട് കോപിച്ചു, എൻ്റെ കൈ കുറുതായി പോയോ? നീ ഞാൻ ആരാണെന്നാ ഓർത്തത്? ഞാൻ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. കർത്താവ് ഇത് കൊടുത്തു. ആ ഭാഗത്ത് നമ്മൾ പിന്നീട് വാക്യങ്ങളെല്ലാം കൂടെ ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ കാണാൻ കഴിയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ദൈവം ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ച് കാടയെ ഇവരുടെ കൂടാരത്തിന് ചുറ്റും പറക്കുമാറാക്കി. ആ കിഴക്ക് നിന്നൊരു കാറ്റടിച്ച് ആ കാറ്റത്തെ കാട ഇങ്ങോട്ട് വന്നപ്പോൾ, പടിഞ്ഞാറൻ കാറ്റൂടെ വന്നപ്പം ഇതിന് പറക്കാൻ കഴിയാതെ ബാലൻസ് തെറ്റി ഈ കാട ഇവരുടെ പാളയത്തിന് മുമ്പിൽ നിൽപ്പുണ്ട്. 2 മുഴം അഥവാ 3 അടി ഉയരത്തിൽ ഈ കാടപ്പക്ഷി ഇങ്ങനെ പറന്ന് നിൽക്കുക, പറക്കാൻ പറ്റുന്നില്ല. 3 അടി ഉയരം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും കുനിയാതെ കൈ നീട്ടി പിടിക്കാവുന്ന ഉയരത്തിൽ ഇപ്പം കാടപ്പക്ഷി നിൽപ്പുണ്ട്. അറിഞ്ഞവർ വീടിന് പുറത്തിറങ്ങി അടുത്ത വീട്ടുകാരോട് പറഞ്ഞു, കാടപ്പക്ഷി ഇഷ്ടം പോലെ വന്ന് പിടിച്ചുകൂട്ട്. ആ ഭാഗം നമ്മൾ വായിച്ചു വരുമ്പം കാണാൻ കഴിയുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞത് പിടിച്ചവൻ 10 പറ പിടിച്ചു. ഞാനൊരു പുസ്തകത്തിൽ അത് വായിച്ചു വന്നപ്പോൾ 10 പറ എന്നുള്ളതിൻ്റെ കണക്ക് അവർ കൊടുത്തിരിക്കുന്നത് 100 കിലോ. ഏറ്റവും കുറച്ച് പിടിച്ച ആള്. ഒരു പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചും ഒരു വീട്ടിലുണ്ടെന്ന് കരുതിക്കും. അയലോക്കക്കാരൻ പിടിച്ചു കൂട്ടി ധാരാളമായി. കുറെ എടുത്ത് കറി വെക്കാൻ എടുത്തു, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ ഇനി സ്ഥലമില്ല, കൂട്ടാൻ എങ്ങും വെക്കാൻ ഇടമില്ല. ഞാൻ അടുത്ത് പിടിക്കുന്നു, അപ്പച്ചനും അമ്മച്ചിയും തന്നെയല്ലേ, നിങ്ങൾക്ക് ക്ഷീണമാണെന്നറിയാം, നിങ്ങൾ അധികം പിടിച്ചു കാണത്തില്ല, ഞങ്ങളുടെ എക്സ്ട്രാ ഉണ്ട്, കുറച്ച് കാടപ്പക്ഷിയെ തരട്ടെ. അപ്പം അപ്പച്ചൻ പറഞ്ഞു, എടാ ഞാൻ പിടിച്ചത് എത്ര ഉണ്ട്? 100 കിലോ ഉണ്ട്. വേദോസ്തത്തിലെ കണക്കാണ് ഇനി പറയുന്നത്. എടാ 100 കിലോ എൻ്റെ ഉണ്ട്, ഇനിയിപ്പോൾ ഞാൻ വേണേ അങ്ങോട്ട് തരാം. ഉടനെ ഇവർ ചെയ്തൊരു കാര്യമുണ്ട്, ഇതിനെ കീറി ഉണക്കി പാളയത്തിന് ചുറ്റും കൊണ്ട് ഇട്ടേക്കുക, ഉണങ്ങാനിട്ടു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. എന്തിനാ ദൈവം കോപിച്ചത്? അവിടെ
2-3 ചിന്തകളുണ്ട്. ഒരു ചിന്ത ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. ഒന്ന്, ഇവർ ദുരാഗ്രഹികളാ, വേണ്ടാത്തത് പിടിച്ചു മേടിച്ചതാ. എന്നിട്ട് ആ പിടിച്ചു മേടിച്ചതിനെ സ്റ്റോക്ക് ചെയ്തിട്ട് തിന്നാൻ തുടങ്ങുക. നിങ്ങൾ ആ ഭാഗം മനസ്സിലെത്തി വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു പകൽ മുഴുവൻ, ഒരു രാത്രി മുഴുവൻ, പിറ്റേന്ന് പകൽ മുഴുവൻ, 1.5 ദിവസം ഇവരുടെ ജോലി എന്തുവാ? കാടപക്ഷിയെ പിടിച്ചു കൂട്ടുക. എക്സ്ട്രാ ആയി. ഫസ്റ്റ് ഡേ സംഭവിച്ചതാ. ഒന്നോർത്ത് നോക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞ ദുരാഹാരം. 2, ദൈവം എന്തുവാ പറഞ്ഞു ഇവരോട്? ആ ഭാഗം ഞാൻ ഒന്നുകൂടെ പറയാം. 30 ദിവസത്തേക്ക് ഇവർ ഈ ഒറ്റ ദിവസം തന്നെ ഏറ്റവും കുറഞ്ഞ് പിടിച്ചവൻ എത്ര പിടിച്ചു? 100 കിലോ. ഒന്ന് ചിന്തിച്ച് നോക്കും. 100 കിലോ ഇറച്ചി ഒരു വീട്ടിൽ ആവശ്യമുണ്ടോ? നാളെ വീണ്ടും വരുക കാടപ്പക്ഷി. ദൈവത്തിൻ്റെ കോപം ചൊലിച്ചതിൻ്റെ കാരണം 1 മാസം ഞാൻ സമർത്ഥമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഇവർ ഇപ്പം ഒറ്റ ദിവസം കൊണ്ട് 1 വർഷത്തേക്കുള്ളത് പിടിച്ചു കഴിഞ്ഞു. പിടിച്ചു വെച്ച് നിൽക്കുന്ന നിപ്പന്തുവാ? ഇനി നാളെ ദൈവം തന്നില്ലെങ്കിലോ? നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണ്ടേ? അടുത്ത ദിവസത്തേക്കുള്ളത് നമുക്കൊന്ന് സ്റ്റോക്ക് ചെയ്യരുതോ? ആരെയാ പരീക്ഷിച്ചത്? ആ 2 വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് ആ വാക്യങ്ങൾ എല്ലാം കൂടെ വായിപ്പിക്കാൻ പോയ സമയം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഓടിച്ചു പോവുക. അവർ അവരുടെ കൊതിക്ക് തൃപ്തിയാകണം ദൈവത്തെ പരീക്ഷിക്കുക. നാളെ കിട്ടിയില്ലെങ്കിൽ ഇരുന്നോട്ടെന്നേ. ദൈവം പറഞ്ഞു നീ തിന്നണ്ട. ആ ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ച 11-ാം വാക്യം ഒന്ന് 11-ാം അധ്യായത്തിൻ്റെ 32 മുതൽ അങ്ങ് വായിച്ചോളൂ. ആ നന്നാ കുറച്ച് പിടിച്ചവൻ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കുറച്ച് പിടിച്ചവന് പോലും 100 കിലോ കിട്ടി. പാളയത്തിന് ചുറ്റും ഉണങ്ങാനിട്ടേക്കുവാ നാളത്തേക്ക് തിന്നാനായിട്ട്. വായിച്ചോളൂ. മതി. ദുരാഗ്രഹികളുടെ കൂട്ടം. അങ്ങനെയെങ്കിൽ ദൈവം സംഹരിച്ചതാരെയാ? ദുരാഗ്രഹികളെ. കൊതിക്ക് ചോദിച്ചു, കൊതിക്കുള്ളത് കിട്ടി, പക്ഷെങ്കിൽ അനുഭവിപ്പാൻ ദൈവം അനുവദിച്ചില്ല. വളരെ ഗൗരവത്തോടെ ചിന്ത കാണണം. ഇവർ, ഞാൻ പറഞ്ഞല്ലോ, എവിടെയൊക്കെ സ്റ്റോക്ക് ചെയ്യാമോ അവിടെയൊക്കെ സ്റ്റോക്ക് ചെയ്തു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് ഇരുന്നു. വായിലെടുത്തേച്ച് നല്ല ടേസ്റ്റ്, അച്ചായൻ ഇത്രയും പറഞ്ഞു, പിന്നെ അച്ചായനെ കാണുന്നില്ല. മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ച് ഫാമിലി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. നല്ല സൂപ്പർ സാധനമാണ്. വായിലിട്ടൊരു ചവച്ചു, ഇത് പറഞ്ഞു, അപ്പോളെ താഴെ വീണ ആള്. അവിടെ എഴുതിക്കുന്ന പദം അങ്ങനെയാണല്ലോ. ഇറച്ചി അവരുടെ പല്ലിനിടയിലിരിക്കുമ്പോൾ ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ മേൽ ജ്വലിച്ചു. അങ്ങനെയെങ്കിൽ ഏറ്റവും മിനിമം 100 കിലോ പിടിച്ചവൻ എന്തിയെ? 1000-ഓ 10,000-ഓ പിടിച്ചവർ കാണും. എന്തിയെ? അനുഭവിച്ചോ? ദൈവമക്കൾ വളരെ വിവരത്തോടെ ഓർക്കണം. ചോദിക്കുന്നത് എനിക്ക് ആവശ്യമുള്ളത് തരാൻ എൻ്റെ ദൈവം വിശ്വസൻ. എൻ്റെ ദുരാഗ്രഹത്തിന് വാശി പിടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ന്യായമായ ചോദ്യങ്ങൾ, ചിന്തകൾ ഉണ്ടാക്കാം. എന്നാ പിന്നെ ദൈവത്തിന് കൊടുക്കാതിരുന്നാ പോരെ? ലളിത ഉദാഹരണം ഞാൻ പറയും, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വീട്ടിലൊരു കൊച്ചുകുഞ്ഞ് ഭയങ്കര ചുമയാ, പനിയാ, ചുമച്ചിരിക്കുക. വീട്ടിൽ ഐസ്ക്രീം ഇരിപ്പുണ്ട്. കുഞ്ഞിന് ഭയങ്കര നിർബന്ധം, ഐസ്ക്രീം വേണം. അമ്മ ആദ്യം പറഞ്ഞു, എടാ കുഞ്ഞ്, പനിയാ, ചുമയാ, ഇത് മാറിയിട്ട് ഞാൻ തരാം. ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, നിർത്തത്തില്ല, കരച്ചിലങ്ങോട്ട് തുടങ്ങും. മക്കൾ അങ്ങനെ വല്ലതും ആണോ? കൈപൊക്കി കാണിച്ചാണോന്നാണോ അല്ലെന്നോ? ഓക്കെ. ചില കുഞ്ഞുങ്ങൾ നിർത്തത്തില്ല, കിട്ടിയേ തീരത്തുള്ളൂ. സഹി ഇടുമ്പോൾ അമ്മമാരെന്തോ ചെയ്യും? എന്തോ നിങ്ങളൊന്നും പെട്ടാതെ കരയട്ടെന്നൊന്നും കണ്ട ഇന്നത്തെ കാലത്ത് അമ്മമാരെ നിൽക്കത്തില്ല. പഴയ അമ്മമാരൊക്കെ നിൽക്കുമായിരുന്നു. ഇന്നത്തെ അമ്മമാരൊക്കെ അയ്യോ എൻ്റെ കുഞ്ഞ് കരയാൻ പാടില്ല, മോനെ എടുത്ത് തിന്നെ. ഒരു സ്കൂപ്പ് വായിലിട്ടിട്ട് കൊച്ചങ്ങോട്ട് ചുമ തുടങ്ങി. അമ്മ ഇത് കൊടുക്കുന്നതിന് എന്തോ പറഞ്ഞോണ്ടായിരിക്കും, എടാ ചുമയാ, ഒരാഴ്ച കഴിയട്ടെ, നിന്റെ ചുമ മാറിയിട്ട് നിനക്ക് വേണ്ടി ഇത് മേടിച്ച് വെച്ചേക്കുന്ന ഇത് വിടിരിപ്പുണ്ട്, ആരും എടുക്കത്തില്ല. സഹികെട്ട് അങ്ങ് അസ്വസ്ഥമാക്കുമ്പം പറയുന്നൊരു പറഞ്ഞു, എന്നാ കൊണ്ടുപോയി തിന്ന്. കർത്താവ് ഈ കാടേ കൊടുത്തത് എന്താ? ഇതേ ട്യൂണ. കർത്താവ് പറഞ്ഞു, നിനക്കിപ്പോൾ ഇത് വേണ്ട, നീ മന്ന തിന്നാ മതി, കാടപ്പക്ഷി ഇപ്പം തിന്നണ്ട. കരച്ചിലും വിഴിച്ചിലും ബഹളവും തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, എന്നാ കൊണ്ടത്തില്ല.
ഒരു ദിവസത്തേക്കല്ല, ഞാൻ 1 മാസത്തേക്ക് നീ കൊണ്ട തിന്ന്. ദൈവം കോപിച്ചെന്നാ. നമ്മൾ വളരെ എവിടുന്നോട് ഓർക്കണം, ഈ കോപത്തോട് കൊടുക്കുന്നതും സ്നേഹത്തോട് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. ദൈവം കോപിച്ചങ്ങോട്ട് കൊടുത്തു, തിന്നാൻ അനുവദിച്ചില്ല. ടേസ്റ്റ് ചെയ്തതല്ലാതെ ഇത് അനുഭവിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ കുഞ്ഞ് ആ ഒരു സ്കൂപ്പ് അകത്തിടുമ്പോഴേക്കും ചുമ തുടങ്ങിയാൽ ഇത് അനുഭവിക്കുന്ന മുഴുവൻ ആരാ? കുഞ്ഞാ അനുഭവിക്കുന്നത്. അമ്മയും അത് അനുഭവിക്കേണ്ടി വരും. വേദനയല്ല, അമ്മയ്ക്ക് മാനസികമായ വേദന. ഈ സഹികിടുന്നത് മുഴുവൻ ആരാ? ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തോട് നിർബന്ധം പറഞ്ഞ് എനിക്ക് തന്നേ പറ്റത്തുള്ളൂ, എൻ്റെ ആഗ്രഹമാ, എനിക്ക് കിട്ടിയേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ ചിലപ്പം ദൈവം തന്നിരിക്കും. പിന്നീട് അനുഭവിക്കുന്നത് മുഴുവൻ നമ്മളാ. വ്യക്തമായി ദൈവങ്ങളെ തിരിച്ചറിയണം. തരുന്നത് മേടിച്ചാൽ മതി. ദുരാഗ്രഹം ദൈവത്തോട് ചോദിച്ചു വാങ്ങിയാൽ അതിൻ്റെ കെടുതി പിന്നീട് എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരും, എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരും. അത് കണ്ട് എൻ്റെ ദൈവത്തിനും ദുഃഖം തോന്നും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ തരുന്നത് മതി ദൈവമേ, എനിക്ക് ചോദിച്ചു വാങ്ങി പിടിച്ചു മേടിച്ച് എൻ്റെ ദുരാഗ്രഹങ്ങൾ കൊതി സാധിപ്പിക്കാനുള്ളതല്ല എൻ്റെ ദൈവം, എൻ്റെ കൊതി സാധിപ്പിക്കാനുള്ളതല്ല എൻ്റെ പ്രാർത്ഥന, എൻ്റെ കൊതിക്ക് മതി വരുത്താനുള്ളതല്ല എൻ്റെ ഉപവാസം. ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം. തരുന്നതിൽ സംതൃപ്തരായിരിക്കാൻ ഇടയാകണം. ഞാൻ ഒരു ഉദാഹരണം കൂടി എടുത്ത് കാണിച്ച ആ ഭാഗത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവസന്നിധിയിൽ നമ്മൾ പറഞ്ഞില്ലേ, പിടിച്ചു വാങ്ങുക, ചോദിച്ചു വാങ്ങുക, കിട്ടിയേ തീരത്തുള്ളൂ. ഇതൊക്കെ ദൈവം കൊടുക്കും. ഒരു ഉദാഹരണം നമ്മൾ കണ്ടു, കൊടുത്തു. പക്ഷെങ്കിൽ കൂട്ടത്തിൽ എന്തോടെ കൊടുത്തെന്നാ പറഞ്ഞേ? 106 സങ്കീർത്തനത്തിലെ വാക്യം മറക്കരുത്. അവൻ അപേക്ഷിച്ചതിനെ അവൻ അവർക്ക് കൊടുത്തു, അവരുടെ പ്രാണന്. ഉൽപ്പത്തി പുസ്തകത്തിലും സമാനമായ ഒരു ചിന്ത. നമുക്കതുകൂടെ ഒന്ന് വായിച്ച് ഞാൻ വേഗത്തിൽ പോകാം. 32-ാം അധ്യായം എന്നെടുത്തേ, 31-ാം വാക്യം വായിച്ചോളൂ. അതിനു മുമ്പ് 26 ഒന്ന് വായിച്ചേ. ഉഷസ്തുതിക്കുന്നു. മതി. യാക്കോബിന്റെ ചരിത്രമാണ് നമുക്കറിയാമല്ലോ. യബോക്ക് കടവിൽ വെച്ച് ദൈവത്തിന്റെ ദൂതനുമായിട്ടുള്ള മല്ലുപിടുത്തം. അവിടെ യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. അപ്പൊ ദൂതനെ വിടണമെങ്കിൽ ഇപ്പൊ എന്തോ കിട്ടണം? ഈ വാക്യത്തിന്റെ ബേസിൽ പലരും പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. യാക്കോബ് എന്താ ചെയ്യുക? പിടിച്ചു വെച്ചേക്കും. ആരെ? ദൂതനെ. എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനോട് പറഞ്ഞ, പാസ്റ്ററെ ഇങ്ങനൊന്നും പ്രാർത്ഥിച്ചാലൊക്കത്തില്ല, പിടിച്ചു വെച്ച്. ഞാൻ ചോദിച്ചാൽ ആരെയാ പിടിക്കണ്ടേ? ദൈവത്തെ പിടിച്ചു വയ്ക്കണം. ദൈവത്തെ നമ്മൾ പിടി കിട്ടുമോ? അപ്പോൾ പറയും, യാക്കോബ് എന്തോ ചെയ്തു? ദൂതനെ പിടിച്ചു വെച്ചു. പിടിച്ചു വെച്ചു പറഞ്ഞാൽ അനുഗ്രഹിച്ചല്ലാതെ. ഒടുവിൽ ദൂതനെ മനസ്സിലായി, അവനെ അനുഗ്രഹിക്കാതെ പോകാനൊക്കത്തില്ല. ദൂതൻ അനുഗ്രഹിച്ചു. പക്ഷെങ്കിൽ അതിൻ്റെ റിസൾട്ട് 31-ാം വാക്യം വീണ്ടും വായിച്ചേ. തുടയുടെ ഉളുക്ക് നിമിത്തം പിടിച്ചു വെച്ചു, മേടിച്ചു. ഇപ്പോഴത്തെ പോക്കങ്ങനെ. പിടിച്ചു വെച്ചാൽ അനുഗ്രഹവും കിട്ടും, ഉളുക്കും കിട്ടും. തീരുമാനിച്ചോ എന്തോ വേണം? ദൈവം തരുന്നത് പോരെ? ദൈവം തരത്തില്ലേ? എന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്നേഹമില്ലേ? കരുതലില്ലേ? തൻ്റെ മക്കൾക്ക് വേണ്ടത് ദൈവം ഒരുക്കിയിട്ടില്ലേ? ഈ ഒരുക്കത്തെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ, ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മെ കണ്ടു. അന്ന് മുതൽ എനിക്ക് വേണ്ടിയുള്ളത് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്നും വേണ്ട, ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിച്ചതിന് ശേഷമല്ല ആദാമിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ദൈവം തീരുമാനിച്ചത്. സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷമാ ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവമാക്കും മുമ്പ് തന്നെ ഏദനിൽ ആദാമിന് വേണ്ടിയത് മുഴുവൻ ദൈവം ഒരുക്കി. സകല സൃഷ്ടികളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒറ്റ കുറവേ ഉള്ളായിരുന്നു, ഹൗവായുടെ കുറവേ ഉള്ളൂ. ഹൗവായും തന്നിൽ തന്നെ ഉണ്ടായിരുന്നു. റൈറ്റ് ടൈമിൽ ഹൗവായെയും ദൈവം പുറത്തെടുത്ത് കൊടുത്തു. അങ്ങനെയെങ്കിൽ വ്യക്തമായി തിരിച്ചറിയണം, എനിക്ക് വേണ്ടത് ഈ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കരുതി വെച്ചിട്ടുണ്ട്. തരേണ്ട സമയത്ത് ദൈവം എനിക്കത് തരും, തരാതിരിക്കത്തില്ല. എന്നാൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ട ചിന്ത,
എൻ്റെ ആ സമയത്തിനു മുമ്പ് ദൈവത്തോട് മല്ലുപിടിച്ച് ദുരാഗ്രഹിയായി ഞാൻ ചോദിച്ചു വാങ്ങുന്നതൊന്നും എനിക്ക് ശുഭകരമാകത്തില്ല. എത്ര പേർക്ക് ബോധ്യമായത്? നമ്മൾ ദൈവസന്നിധി പറയണം, കർത്താവേ എനിക്ക് തരുന്നത് മതി. ഇന്ന് ചിലത് തന്നില്ലെങ്കിൽ അത് എനിക്ക് ഇന്ന് ആവശ്യമില്ലാത്തതുകൊണ്ട് ദൈവം തരാഞ്ഞതാ. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ദുരാഗ്രഹികൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ കാടയ്ക്ക് റിസൾട്ട് അത് അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ആ മരുഭൂമിയിൽ പട്ടുപോയി. അവരെ അടക്കിയ സ്ഥലത്തിന് ഒരു പേര് പോലും ഓടിയിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടത് യാക്കോബ് ദൈവത്തെ പിടിച്ചു വെച്ചു, മല്ലുപിടിച്ചു. അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മല്ലുപിടിച്ചവന് അനുഗ്രഹം കിട്ടി. ഇപ്പോഴത്തെ തൻ്റെ പോക്ക് 31 ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? സൂര്യൻ ഉദിച്ചു, തുടയുടെ ഉടുക്ക് നിമിത്തം അന്നു മുതൽ യാക്കോബിന്റെ കയ്യിലൊരു വടിയുണ്ട്. എബ്രായ ലേഖനം നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, വടിയുടെ അറ്റത്ത് ചാരി നിന്നുകൊണ്ട് മക്കളെ അനുഗ്രഹിക്കുക. യാക്കോബ് ഈ വടി എപ്പോഴാണ് കിട്ടിയേ? ഈ ഉളുക്ക് എപ്പോഴാണ് കിട്ടിയേ? ചോദിച്ചു വാങ്ങിച്ചപ്പോഴല്ലേ? ദൈവമക്കളെ ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, യാക്കോബിന് അനുഗ്രഹമില്ലേ? എന്തിൻ്റെ കുറവാ? നമ്മൾ ആ ഭാഗമൊക്കെ കാണുമ്പോൾ കാണാൻ 2 കൂട്ടമായിട്ടാണ് താൻ വരുന്നത്. ഏശാവിനും ഉള്ളതിനേക്കാൾ അനുഗ്രഹം യാക്കോബിനുണ്ട്. വീണ്ടും ദൈവസന്നിധിയിൽ പിടിച്ചു മേടിക്കാൻ പോയവന് കിട്ടിയത് ഉളുക്ക. ജീവിതകാലം മുഴുവൻ ഈ മുടന്തൻ കാലുമായി യാക്കോബ് നടക്കേണ്ടി വന്നത് ദൈവസന്നിധിയിൽ പിടിച്ചു വാങ്ങിച്ചിട്ടാണ്. ഞാൻ ആ ഭാഗത്ത് നടത്തിച്ചിട്ട് പറഞ്ഞ വാക്കുകൾക്ക് വിരാമം കൊടുക്കാം. നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കുക, കർത്താവേ എൻ്റെ ഈ ഭൂമിയിൽ ഞാൻ പാർക്കുമ്പോൾ എൻ്റെ കൊതിക്ക് മതി വരത്തില്ല. മനുഷ്യനാണോ? നിങ്ങളുടെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എങ്ങനെ നമുക്കിതിനെ ജയിക്കാൻ കഴിയും? ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വന്നിട്ട് ഞാൻ ആ ഭാഗം പറഞ്ഞ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോളൂ. അവിടെ വളരെ ഗൗരവത്തോട് പറയുന്നു, എൻ്റെ ആവശ്യം സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ദുരാഗ്രഹമല്ല, എൻ്റെ ആവശ്യം. ഈ ഭൂമിയിൽ ഞാൻ പാർക്കുമ്പോൾ ഓരോ ദിവസവും എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ ആവശ്യം എനിക്ക് സ്തോത്രത്തോട് ദൈവത്തോട് പറയാം. ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ദുരാഗ്രഹം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ, വാശി പിടിച്ചാൽ, നിർബന്ധിച്ചാൽ, കരഞ്ഞാൽ, മല്ല് പിടിച്ചാൽ ഒരുപക്ഷെ കിട്ടിയെന്നിരിക്കും. കൂട്ടത്തിൽ ക്ഷയം കൂടാണ് വരുന്നത്, രോഗം കൂടാണ് വരുന്നത്, മുടന്തൂടാണ് വരുന്നത്. നമുക്കതുകൊണ്ട് ദൈവത്തോട് പറയാം, കർത്താവേ എനിക്കത് വേണ്ട, തരുന്നത് മതി. തരുന്നതിനെ സ്തോത്രത്തോട് കൈക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഇനിയും പൗലോസ് അപ്പോസ്തലൻ തന്നെ അനുഭവത്തോടെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ഫിലിപ്പി ലേഖനം താൻ എഴുതുന്നത് കാരാഗ്രഹത്തിൽ കിടന്നുണ്ട്. റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ സഹായിച്ച ഫിലിപ്പിയൻ സഭയാണ്. തനിക്ക് വേണ്ടതായ ആഹാരം, തനിക്ക് വേണ്ടതായ ആവശ്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്തത് അവരാണ്. അവർക്ക് ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് താൻ പറയുന്ന 1-2 വാക്കുകൂടെ വേഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. 10 മുതലൊന്ന് വായിച്ചാട്ടെ. നിങ്ങൾ പിന്നെയും മതി. അവിടെ തന്നെ പറയുന്ന വാക്ക് വളരെ ഗൗരവമാണ്, ശ്രദ്ധേയമാണ്. ദൈവമക്കൾ, ആ ഭാഗത്ത് നിന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. അതോടൊന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ 11-ാം വാക്യത്തിൽ വായിച്ചത്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ. സംതൃപ്തനായിട്ടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. മതി. ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ് ഇൻ വാട്ട് എവർ സർക്കംസ്റ്റാൻസ്. ഏതു സാഹചര്യത്തിലും
തൃപ്തനായിട്ടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പഠനം പൗലോസിന്റെ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയതാണോ? തന്നെക്കുറിച്ച് പറയുമ്പോൾ ലോകപ്രകാരം താനൊരു വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ്. PhD എടുത്തെന്നൊക്കെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. തിയോളജിയിലും താൻ വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. ഈ ഉള്ള അവസ്ഥയിൽ സംതൃപ്തനായിരിക്കാൻ പഠിച്ചത് എവിടെ നിന്നാ? ദൈവത്തിൽ നിന്നാണ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞോട്ടെ, ദൈവമക്കൾ, നമുക്കും ഈ ഒരു ക്ലാസ് ദൈവത്തിൽ നിന്ന് എടുക്കാം. ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തനായിരിക്കാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, ദുരാഗ്രഹം മനുഷ്യന്റെ ജീവിതത്തിലുള്ളതാ. മനുഷ്യന്റെ ആഗ്രഹത്തിന് പരിധിയില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, ഒന്നിനു മീതെ ഒന്ന്, ഇത് കഴിയുമ്പോൾ അതുകൂടെ, ഇങ്ങനെ കയറി കയറി ഉന്നതങ്ങളിൽ ചെല്ലും. ഒരിക്കലും ആഗ്രഹം തീരത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിക്കുമ്പോഴും എനിക്ക് ഇന്ന് ഉള്ളതിൽ സംതൃപ്തനായിരിക്കാൻ കർത്താവെ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. ഉള്ള അവസ്ഥയിൽ, വായിച്ചോളൂ ആ ഭാഗം. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഉള്ള അവസ്ഥയിൽ, ഇന്നത്തെ, ഞാൻ ഇപ്പോൾ വീണ്ടും അതുകൂടെ പറയുന്നു, നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ, നിങ്ങൾ ഇന്നായിരിക്കുന്ന ശാരീരിക അവസ്ഥയിൽ, മാനസിക അവസ്ഥയിൽ, സാമ്പത്തിക അവസ്ഥയിൽ, നിങ്ങൾക്ക് ഇന്ന് ദൈവം തന്നിരിക്കുന്ന ഏതവസ്ഥയിലും സംതൃപ്തരായിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് പറ, സംതൃപ്തരായിരിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ഇതാ ഏറ്റവും വലിയ പഠനം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു സംതൃപ്തനായ മനുഷ്യന്റെ അത്രയും സുഖം അനുഭവിക്കുന്നവർ ലോകത്താരുണ്ട്? എല്ലാം ഉണ്ടെങ്കിലും ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജീവിതം കൊണ്ടെന്തർത്ഥം? ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന അവസ്ഥയിൽ, ഇന്നത്തെ എൻ്റെ സാമ്പത്തികത്തിൽ, ഇന്നത്തെ എൻ്റെ ശാരീരിക അവസ്ഥയിൽ, ഇന്നത്തെ എൻ്റെ സകല ചുറ്റുപാടുകളിലും ഞാൻ സംതൃപ്തനാണെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. ഇത് ദൈവത്തിൽ നിന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇത് ലോകത്തിലെ ഒരു കോഴ്സ് പഠിച്ചാലും കിട്ടത്തില്ല. എത്ര ബിരുദം നേടിയാലും കിട്ടത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഉള്ള അവസ്ഥയിൽ സംതൃപ്തനായിരിക്കാൻ ദൈവസന്നിധിയിൽ പഠിക്കാൻ തയ്യാറാണ്. കർത്താവെ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ. ഉള്ള അവസ്ഥയിൽ സംതൃപ്തനാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഒരിക്കലും ഒരു ചിന്തകൻ പറയുന്നുണ്ട്, ഉറക്കം ഇന്ന് കാലത്തൊരു ലക്ഷറിയാ, എല്ലാവർക്കും ഇത് കിട്ടത്തില്ല. കാരണം സംതൃപ്തരല്ല. കിടക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഇന്നത്തെ അവസ്ഥയേക്കാൾ അല്പം കൂടെ ഉയർച്ച, ഇതിനു വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള പദ്ധതികളും പ്ലാനും തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുക. ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഉള്ള അവസ്ഥയിൽ സംതൃപ്തനായിരിക്കാൻ എനിക്ക് കഴിയുന്നെങ്കിൽ അതാണ് എനിക്ക് വലുത്. എന്നെ അതൊന്ന് പഠിപ്പിക്കണമേ. അടുത്ത വാക്യം കൂടെ വായിച്ചോളൂ. ഉള്ള അവസ്ഥയിൽ സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ വീണ്ടും ആ ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും, ഇത് രണ്ടും പഠിക്കേണ്ട കാര്യമാണ്. താഴ്ചയിലിരിക്കുക, ഒന്നുമില്ലായ്മയിൽ സംതൃപ്തനായിട്ടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അടുത്തത്, അല്ലല്ല, അവിടെ തന്നെ ആ വാക്യം, താഴ്ചയിലിരിപ്പാനും. ഇത് ദൈവമക്കൾ ഓർക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും താണ അവസ്ഥയിലും ഉയർന്ന അവസ്ഥയിലും ഒരുപോലെ ആയിരിക്കാൻ പഠിക്കണം. ചിലരെ കുറിച്ചൊക്കെ നമ്മളൊക്കെ പറയത്തില്ലേ, അന്ന് ഒന്നുമില്ലായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു, ദൈവമക്കളെ കണ്ടാൽ ഒന്ന് ചിരിച്ചു കാണിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങ് വലിയ ആൾക്കാരായി, സമൃദ്ധിയിലെത്തിയപ്പം ഇരിക്കാൻ അറിയത്തില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് താഴ്ചയിലിരിക്കാൻ അറിയാം, എനിക്ക് രണ്ടും അറിയാം. ദൈവമക്കൾ ഇതും ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. നാളെ സമൃദ്ധി ആണെന്നാലും കർത്താവെ എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരരുത്, ആ സമൃദ്ധിയിലും സംതൃപ്തനായിട്ട് ഇരിക്കാനായിട്ട് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. അടുത്ത വാക്യം കൂടെ വായിച്ചോളൂ. തൃപ്തനായിരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചു. ഞാൻ വീട് പറയുന്നു, ഈ ട്രെയിനിങ് എവിടെ നിന്നാണ് കിട്ടണ്ടേ? കർത്താവിൽ നിന്ന് കിട്ടണം, എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. സമൃദ്ധിയിലിരിപ്പാൻ, താഴ്ചയിലിരിപ്പാൻ, ബുദ്ധിമുട്ട് അനുഭവിപ്പാൻ, വിശന്നിരിപ്പാൻ, നിറഞ്ഞിരിപ്പാൻ, എല്ലാം ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പരിശീലിച്ചിട്ടുണ്ട്. യെസ്, ഹല്ലേലൂയ. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
എന്നിട്ട് പറയുന്നു, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവമക്കളാണോ, അഭിഷേകമുണ്ടോ, സ്നാനമുണ്ടോ, എല്ലാം കഴിഞ്ഞാലും നമ്മുടെ ചില കൊതിക്ക് തൃപ്തി വരത്തില്ല, നമ്മൾ മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം. എന്നാൽ ഇതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചാൽ, ദൈവശക്തി എനിക്ക് ദൈവം തന്നാൽ, ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, ഇതെല്ലാം ഞാൻ ദൈവത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ദൈവത്തിൽ നിങ്ങൾ ഇതൊന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ, ആ പരീക്ഷ പാസ്സായാൽ നമ്മൾ രക്ഷപ്പെട്ടു. 13-ാം വാക്യം കൂടെ വായിച്ചോളൂ. അപ്പോസ്തലൻ പൗലോസ് ഇതോട് ചേർത്ത് പറയുന്ന വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം മതി. ആ കോണ്ടസ്റ്റ് എന്ന് പറയാൻ പറഞ്ഞോട്ടെ, അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. താഴ്ചയിലിരിപ്പാൻ ദൈവം എന്നെ ശക്തനാക്കും, സമൃദ്ധിയിലിരിപ്പാൻ ദൈവം എന്നെ ശക്തനാക്കും, വിശന്നിരിക്കാൻ ദൈവം എന്നെ ശക്തനാക്കും, നിറഞ്ഞിരിക്കാൻ ദൈവം എന്നെ ശക്തനാക്കും. സാഹചര്യം എനിക്കൊരു വിഷയമല്ല, ഏത് സാഹചര്യത്തിലും എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. കൃപ, ദൈവകൃപ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചോട്ടെ, കൊതിക്ക് മതി വരത്തില്ലാത്ത, കൊതിയുള്ള ലോകത്തിൽ, സംതൃപ്തി ഇല്ലാത്തൊരു ലോകത്തിൽ, ദുരാഗ്രഹമുള്ളിൽ കയറുന്ന ഒരു ലോകത്തിൽ ദൈവത്തോട് പറ, കർത്താവേ, ഇതിനെ എല്ലാം ജയിക്കാൻ എനിക്കൊരു ശക്തി തരണമേ. ഏത് സാഹചര്യത്തിലും ഇരിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. എല്ലാ സാഹചര്യത്തോടും കടന്നു പോകാൻ എനിക്കൊരു ട്രെയിനിങ് തരണം കർത്താവേ എന്ന് ആത്മാർത്ഥമായി ദൈവമക്കളെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ അങ്ങനെയുള്ളവരെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്നും അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്തൃക്കരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ദൈവകരങ്ങൾ കേൾപ്പിച്ച് നമുക്ക് ഇങ്ങനെയൊന്ന് പറയാം, കർത്താവേ, ഇസ്രായേൽ മക്കൾ അവർക്ക് കൊതിക്ക് മതിവരത്തക്കവണ്ണം ദൈവസന്നിധിയിൽ അപേക്ഷിച്ചതിന് ദൈവം അവർക്ക് കൊടുത്തു. പക്ഷെങ്കിൽ കൂട്ടത്തിൽ അവരുടെ പ്രാണന് ക്ഷയവും ദൈവം അയച്ചു. ഈ ദിവസങ്ങളിൽ കർത്താവേ, ദുരാഗ്രഹം ഞങ്ങൾക്ക് വേണ്ട. ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കർത്താവ് തരും, തന്നിട്ടുണ്ട്, ഇന്നും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു, നാളെയും എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കർത്താവ് തരും. എനിക്ക് ദുരാഗ്രഹം വേണ്ട കർത്താവേ. ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. നിർബന്ധം പിടിച്ച്, വാശി പിടിച്ച് കരയുന്ന ചില കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിൽ കിട്ടിയേ തീരത്തുള്ളൂ, കിട്ടിയിട്ടേ ഞാൻ പാവിട്ടെണ്ണിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ചിലപ്പം തന്നിരിക്കും. പക്ഷെങ്കിൽ മറക്കരുത്, അതനുഭവിക്കാൻ കഴിയാതെ പോയെന്ന് വന്നേക്കാം. അഥവാ യാക്കോബിനെ പോലെ മുടന്തി നടക്കേണ്ടി വന്നേക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, എനിക്കത് വേണ്ട കർത്താവേ, എനിക്ക് തരുന്നത് മതി കർത്താവേ, അതെന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ഇന്ന് പകൽ ഒരു മിനിറ്റ് ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? യെസ്, ഹല്ലേലൂയ. ഉള്ള അവസ്ഥയിൽ സംതൃപ്തനായിരിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. താഴ്ചയിലിരിപ്പാൻ, സമൃദ്ധിയിലിരിപ്പാൻ, വിശന്നിരിപ്പാൻ, ഉയർന്നിരിപ്പാൻ, നിറഞ്ഞിരിപ്പാൻ കർത്താവേ എന്നെ ഒന്ന് ശീലിപ്പിക്കണമേ. നമുക്ക് ദൈവത്തോട് അപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ദൈവം തരാൻ വിശ്വസ്തന. കൃപ, ദൈവകൃപ. അപ്പോസ്തലൻ പൗലോസ് ആ വാക്യം തുടർന്ന് താഴോട്ട് എഴുതിയതിനോട് പ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോട് തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസത്തോട് താൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു തരുന്നൊരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. ഇന്ന് എനിക്ക് എന്തുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി കർത്താവേ, ഇന്ന് ഞാൻ അങ്ങയുടെ മകനാണെങ്കിൽ, മകളാണെങ്കിൽ ഒരു സംതൃപ്തമായ ഒരു ജീവിതം നയിപ്പാൻ, അങ്ങയോട് നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാമോ? നമുക്ക് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ച് ഞാൻ വീണ്ടും ആ ഭാഗം ആവർത്തിച്ച് പറഞ്ഞോട്ടെ. ഏറ്റവും വലുത് സംതൃപ്തിയുള്ളൊരു ജീവിതമാണ്. ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ ദൈവം നമ്മളെ നോക്കിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, നീ ദുരാഗ്രഹിയ. യെസ്, ഹല്ലേലൂയ. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ, ഞാൻ ദുരാഗ്രഹിയാണോ? എനിക്കിന്ന് ദൈവം തന്നത് ഞാൻ സംതൃപ്തനാണെങ്കിൽ ദൈവത്തിന് എന്നിൽ പ്രസാദമുണ്ട്. പിടിച്ചു വാങ്ങരുത്. ദൈവസന്നിധിയിൽ തരാനുള്ളത് കർത്താവെ തരേണ്ട സമയത്ത് തന്നാ മതി. ഞാൻ അത് അനുഭവിക്കാൻ കാത്തിരുന്നോളാം.
ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാ കർത്താവേ. ഞാൻ ഒരിക്കലും ദുരാഗ്രഹിയാകാൻ ആഗ്രഹിക്കുന്നില്ല. ആ കരങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ ട്രെയിനിങ് ക്ലാസ്സിലൊന്ന് പങ്കെടുക്കാൻ ദൈവത്തോട് പറ, കർത്താവേ എന്നെ ഒന്ന് പഠിപ്പിക്കുക, കർത്താവേ സംതൃപ്തനായിട്ടിരിപ്പാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണം. എനിക്ക് അതിനുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട് കർത്താവേ. നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് എനിക്ക് വലുത്. മരുഭൂമിയിൽ ആവശ്യത്തിലധികം കാടപ്പക്ഷിയെ നേടിക്കൊണ്ട് മരുഭൂമി കൊണ്ട് ഒടുങ്ങാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, നിത്യതയിലെത്താനാണ്. അതുവരെ ആവശ്യമുള്ളതെല്ലാം തരാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ആ കരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാൻ വലിയവനായ ദൈവം അതിനിട വരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കുന്നു. കർത്താവ് നമ്മളെ അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.